നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 8 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫ്രണ്ട് ഭാഗം ഇതുപോലുള്ളൊരു മുറ്റുണ്ട്. വെള്ളം വറ്റാത്ത നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറുണ്ട് ഇതിൽ, ഈ ഒരു പ്രോപ്പർട്ടിയിൽ. 8 സെൻറ്റ് സ്ഥലമുള്ളത്, ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു വീട്. 2 ബെഡ്റൂം വരുന്നുണ്ട്. അതിലൊരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. സിറ്റ് ഔട്ട്, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, പുറത്ത് കോമൺ ബാത്റൂം, ഇങ്ങനെ ഒരു അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു വൃത്തിയുള്ളൊരു വീട്. ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ ഒരു എൽ ഷേപ്പിലുള്ളൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പിന്, ഈ സിറ്റിംഗ് ഏരിയയിലേക്ക് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. സിറ്റ് ഔട്ട് നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത്. നല്ലൊരു ശാന്തസുന്ദരമായിട്ടുള്ളൊരു ഏരിയ. വീടിൻ്റെ മെയിൻ ഡോറാണിത്. സിംഗിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു ഹാൾ തന്നെയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് കേട്ടോ. നല്ല എവിടെയും ഒരു സ്ക്രാച്ചോ ഇതൊന്നും ഇല്ലാത്ത നല്ല നീറ്റായിട്ടുള്ളൊരു വീട് തന്നെയാണ്. ഇവിടെയൊക്കെ നല്ല ഡിസൈൻ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്രീം കളറിലുള്ള വെട്രിഫൈഡ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഓവൽ ഷേപ്പിലുള്ള ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റ് ഉണ്ട്. നല്ല കർട്ടനൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു വീട്. ഭാഗത്തായിട്ട് ഇവിടെ TV യൂണിറ്റ് ഉണ്ട്. മുകൾ ഭാഗം ആർച്ചിൽ ഇവിടെ ഗ്ലാസ്സിൽ നല്ല എച്ചിങ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. വീടിന് അപ്പ് സ്റ്റെയർ ഇല്ല. അടിയിൽ 2 ബെഡ്റൂം മാത്രമേ ഉള്ളത്. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ. ഈ ഭാഗത്തായിട്ട് ഇവിടെയാണ് വാഷ് ബേസിൻ്റെ ഏരിയ. നല്ല ഗ്ലാസ് ലുക്കിലുള്ള വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം മിറർ ഉണ്ട്. ഹാളിൽ തന്നെ ഇവിടെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. നല്ല കോർണർ സെറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നാണ് 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം, നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു ബെഡ്റൂം. ബെഡ്റൂമുകൾ 10x10 സൈസിൽ വരുന്ന 2 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. അതിലൊരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ചുമരിൽ ഇതുപോലെ അലമാരിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം. ബാത്റൂം ഒരു ചെറിയ ബാത്റൂമാണ്, വലിയൊരു ബാത്റൂം ഒന്നുമില്ല. ഈ സ്ഥലത്തിനനുസരിച്ചുള്ള ഒരു ബാത്റൂം സെറ്റ് ചെയ്തതാണ്. നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമും സെയിം സൈസ് തന്നെയാണ്. 10x10 സൈസിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെ നല്ല ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചുമരിൽ അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ഇനി ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ വരുന്നത്. നല്ല എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലാബിൻ്റെ മുകൾ ഭാഗം കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്, ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. ചെറിയ രീതിയിലുള്ള ചുമരിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം എൽ ഷേപ്പിലുള്ള റാക്ക് ഉണ്ട്. കിച്ചണോട് ചാരിയിട്ട് വർക്ക് ഏരിയ. വർക്ക് ഏരിയയുടെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് വുഡൻ രീതിയിലുള്ള സെറാമിക് ടൈലാണ്, മാറ്റ് ടൈലാണ് വെച്ചിട്ടുള്ളത്.
കിച്ചൺ സിങ്ക് ഉണ്ട്. ഇവിടെ ഒരു പുകയില്ലാത്ത ആലുവ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുമര് ഭാഗം ഇതുപോലുള്ള നല്ല വുഡൻ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. ഇവിടെ കോർണറിൽ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം റൂഫിംഗ് ചെയ്തിട്ടുള്ളത് ഷീറ്റിലാണ്, ഡ്രസ് വർക്ക് ചെയ്തതാണ്. ഇനി വീടിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂമൊക്കെ വേറെയുണ്ട്. വീട്ടിലേക്കുള്ള വഴിയാണിത്. അതായത് ഇത്രയും ഭാഗം ഇവിടെ ഇന്റർലോക്ക് ഇട്ടുണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് വീട്ടിലേക്കുള്ളത് വലിയ വാഹനങ്ങൾ വരില്ല. ബൈക്ക് ഈസി ആയിട്ട് എത്തും. ചെറിയ വാഹനങ്ങൾ ബൈക്കൊക്കെ എത്തുള്ളൂ. ഏകദേശം ഒരു 4 അടി വീതി വരുന്നുണ്ട്, 4 അടി 5 അടിയോളം വീതി വരുന്നുണ്ട്. ഒരു തെങ്ങുണ്ട് ഇതിൽ. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുള്ളമ്പാറ തടത്തിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മുള്ളമ്പാറ തടത്തിപ്പറമ്പ്. അപ്പോൾ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ്. ഇതാണ് ഇതിലെ കിണർ, വെള്ളം പറ്റാത്ത നല്ലൊരു കിണറൊക്കെ ഉണ്ട്. അപ്പോൾ ഉദ്ദേശിക്കുന്ന വില 36 ലക്ഷം രൂപയാണ്. 8 സെൻറ്റ് സ്ഥലം നിങ്ങൾ ഈ കണ്ട വീടിനും ഉദ്ദേശിക്കുന്ന വില 36 ലക്ഷം രൂപ. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകളുണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.